ഫ്രാൻസിൽ ചിഡോ ചുഴലിക്കാറ്റ്. മയോറ്റ ദ്വീപിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ 11 മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചത്. 100-ലേറെ പേരെ കാണാതായെന്നാണ് വിവരം. 90 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ നാശം വിതച്ച ചുഴലിക്കാറ്റാണിത്. ദ്വീപ് സമൂഹത്തിൽ വലിയ നാശമാണ് ചിഡോ ചുഴലിക്കാറ്റ് വിതച്ചത്. വീടുകളും ആശുപത്രികളും പൊളിഞ്ഞു വീണു. പലയിടത്തും മരങ്ങൾ കടപുഴകി വീണു. മണിക്കൂറിൽ 226 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശിയടിച്ചത്. 3 ലക്ഷത്തിലേറെ പ്രദേശവാസികളെ കൊടുങ്കാറ്റ് ബാധിച്ചു. നിലവിൽ പ്രദേശത്ത് ലോക്ഡൌൺ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ കുറവുള്ള പ്രദേശമാണ് മയോറ്റ ദ്വീപ്. അവിടേക്ക് ചുഴലിക്കാറ്റ് കൂടി എത്തിയതോടെ ജനജീവിതം ദുഷ്കരമായി. മൊസാംബിക്കിന്റെയും മഡഗാസ്കറിന്റെയും തീരങ്ങൾക്കിടയിലാണ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. വിമാനത്താവളം ഉൾപ്പെടെ ഗതാഗത സംവിധാനങ്ങളെയും ചുഴലിക്കാറ്റ് ബാധിച്ചു. വൈദ്യുതി വിതരണത്തിലെ തടസ്സം രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും ചുഴലിക്കാറ്റിന് തീവ്രത കൂടുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. മരണസംഖ്യയും ഉയരാൻ സാധ്യതയുണ്ട്. പരിക്കേറ്റവരുടെ എണ്ണം 200-ലേറെയായി. സൈനികരും അഗ്നിശമന സേനയും രക്ഷാപ്രവർത്തനത്തിന് ദ്വീപിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.